ഹലോ ഡിയർ സ്റ്റുഡൻസ്, 6th സ്റ്റാൻഡേർഡിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിൻ്റെ ആക്ടിവിറ്റി കാർഡ് 27 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ബേസിക് സയൻസിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതിനു മുമ്പുള്ള 5 പാർട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കാണാത്തവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. ആക്ടിവിറ്റി കാർഡ് 27 അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സം ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ വീട്ടിലുള്ള ചില വസ്തുക്കൾ താഴെ നൽകിയിരിക്കുന്നു. കളക്ട് സം മോർ ഒബ്ജക്ട്സ് ഓഫ് സിമിലർ നേച്ചർ. സമാനമായ കുറേ വസ്തുക്കൾ കൂടി ശേഖരിക്കുക. Examine these with a magnet and identify the objects attracted by and not attracted by magnets. കാന്തം ഉപയോഗിച്ച് ഇവ പരിശോധിച്ച് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളും കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളും കണ്ടെത്തി വർഗീകരിക്കുക. റബ്ബർ, പെൻ, നെയിൽ, അയൺ നീഡിൽ, പേപ്പർ, കോമ്പസ്, ബ്ലേഡ്, കോപ്പർ വയർ. 2 കോളംസ് ആണുള്ളത്. First one, objects attracted by magnet. Second one, objects not attracted by magnet. Objects attracted by magnet, അതിന് താഴെ എഴുതേണ്ടവ പിൻസ്, നെയില്, അയൺ നീഡിൽ, കോമ്പസ്, ബ്ലേഡ്. Objects not attracted by magnet, അതിന് താഴെ പ്ലാസ്റ്റിക്, റബ്ബർ, പെൻ, പേപ്പർ, കോപ്പർ വയർ. നെക്സ്റ്റ്, put a tick mark against the right one. ശരിയായവയ്ക്ക് നേരെ ടിക്ക് മാർക്ക് ഇടുക. മാഗ്നറ്റ് അട്രാക്റ്റിംഗ് സബ്സ്റ്റൻസസ്, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ. 2 ഓപ്ഷൻസ് ആണുള്ളത്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ആൻസർ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നാണ് പറയുക. നെക്സ്റ്റ്, സബ്സ്റ്റൻസസ് ഡു നോട്ട് അട്രാക്റ്റ് മാഗ്നറ്റ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ. 2 ഓപ്ഷൻസ് ആണ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ആൻസർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യാത്ത സബ്സ്റ്റൻസിനെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി കാർഡ് 28 ആർ ഓൾ മാഗ്നറ്റ്സ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് ഷേപ്പ്. മാഗ്നറ്റ്സിനെല്ലാം ഒരേ സൈസും ഷേപ്പും ആണോ? മാഗ്നറ്റ്സ് ആർ നെയിംഡ് ബേസ്ഡ് ഓൺ ദർ ഷേപ്പ്. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കാന്തങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ബിലോ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ് ഇൻ അനൂസ് സ്കൂൾ ലാബ്. അനുവിൻ്റെ സ്കൂൾ ലാബിലെ വ്യത്യസ്ത ഇനം മാഗ്നറ്റ്സ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദർ നെയിംസ്. അവയുടെ പേരുകൾ കണ്ടെത്തി എഴുതി നോക്കുക. ഫസ്റ്റ് വൺ ബാർ മാഗ്നറ്റ് ആണ്. സെക്കൻഡ് വൺ ഡിസ്ക് മാഗ്നറ്റ്. തേർഡ് വൺ സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. ഫോർത്ത് വൺ ആർക്ക് മാഗ്നറ്റ്. ഫിഫ്ത്ത് വൺ റിംഗ് മാഗ്നറ്റ്. സിക്സ്ത് വൺ യു മാഗ്നറ്റ്. ഈസ് മാഗ്നറ്റ് യൂസ്ഡ് ഇൻ ഓൾ ഡിവൈസസ്. എല്ലാ ഉപകരണങ്ങളിലും മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് 5 ഒബ്ജെക്ട്സ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റ് പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന 5 ഉപകരണങ്ങളുടെ പേരുകൾ കണ്ടെത്തി എഴുതുക. ആൻസർ വാച്ച്, TV, മൊബൈൽ ഫോൺ, സ്പീക്കർ, റേഡിയോ. ആക്ടിവിറ്റി കാർഡ് 29 സുമ എൻഗേജ്ഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് സെപ്പറേറ്റിംഗ് അയൺ ഡസ്റ്റ് ഫ്രം ദ സാൻഡ് യൂസിങ് എ മാഗ്നറ്റ്. മണലിൽ നിന്ന് കാന്തം ഉപയോഗിച്ച് ഇരുമ്പ് പൊടി വേർതിരിക്കുന്ന പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സുമ. എക്സ്പെരിമെൻ്റ് നോട്ടിലെ ഒബ്സർവേഷൻ പാർട്ടിൽ സുമ വരക്കാൻ സാധ്യതയുള്ള ചിത്രം കണ്ടെത്തി വരക്കുക. ആൻസർ സെക്കൻഡ് വൺ. അവിടെ നൽകിയിരിക്കുന്നതിൽ 2ാമത്തെ ചിത്രം ഇതുപോലെ വരക്കുക. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ യു ചൂസ് ദിസ് ഇമേജ്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം വിശദമാക്കുക. ആൻസർ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഹൈ അറ്റ് ദ എൻഡ് പോർഷൻസ് ഓഫ് ദ മാഗ്നറ്റ്. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് മാഗ്നറ്റിൻ്റെ എൻഡ് പോർഷൻസിലായിരിക്കും.
The end portions of a magnet where magnetic force is strongly felt are the poles of the magnet. മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെടുന്ന എൻഡ് പോർഷൻസിനെ മാഗ്നറ്റിക് പോൾ എന്ന് പറയും. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ആൻഡ് ഡ്രോ ദ കറക്റ്റ് പിക്ചേഴ്സ് ബൈ ഒബ്സർവിംഗ് ദ പിക്ചേഴ്സ് ഓഫ് അറേഞ്ച്ഡ് ബാർ മാഗ്നറ്റ്സ്. ബാർ മാഗ്നറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശരിയായ ചിത്രങ്ങൾ കണ്ടെത്തി വരയ്ക്കുക. 3 ഓപ്ഷൻസ് ആണുള്ളത്, എ, ബി, സി. ഓപ്ഷൻ എയിൽ സൗത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഓപ്ഷൻ ബിയിൽ സൗത്ത് നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഓപ്ഷൻ സിയിൽ നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ശരിയായ ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി, സൗത്ത് നോർത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ആ ചിത്രമാണ് അവിടെ വരയ്ക്കേണ്ടത്. ആക്ടിവിറ്റി കാർഡ് 30. Bring north pole of magnet near the north pole of another hanged magnet. തൂക്കിയിട്ട മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിന് സമീപം മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് കൊണ്ടുവരിക. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് സംഭവിക്കുന്നത്? കംപ്ലീറ്റ് ദ ഒബ്സർവേഷൻ ടേബിൾ ബൈ പെർഫോമിംഗ് എ സിമിലർ എക്സ്പെരിമെൻറ്റ് വിത്ത് ദ അതർ പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ മറ്റ് പോളുകൾ ഉപയോഗിച്ചും സമാനമായ പരീക്ഷണം ചെയ്ത് ഒബ്സർവേഷൻ ടേബിൾ പൂർത്തിയാക്കുക. 3 കോളംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പോൾസ് ഓഫ് ദ ഹാങ്ങിങ് മാഗ്നറ്റ്, തൂക്കിയിട്ട കാന്തത്തിൻ്റെ പോള്. സെക്കൻഡ് വൺ, ദ പോൾ ഓഫ് ദ മാഗ്നറ്റ് ദാറ്റ് ബ്രോട്ട് ക്ലോസർ, സമീപത്തേക്ക് കൊണ്ടുവന്ന മാഗ്നറ്റിൻ്റെ പോള്. തേർഡ് വൺ, ഒബ്സർവേഷൻ, അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ഫസ്റ്റ് വൺ, pole of the hanging magnet, north pole. Pole of the magnet that brought closer, north pole. Observation, repulsion. Second one, pole of the hanging magnet, north pole. Pole of the magnet that brought closer, south pole. Observation, attraction. Third one, pole of the hanging magnet, south pole. Pole of the magnet that brought closer, north pole. Observation, attraction. Fourth one, pole of the hanging magnet, south pole. Pole of the magnet that brought closer, south pole. Observation, repulsion. Next, analyze the observation and record your findings. നിരീക്ഷണം വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക. ആൻസർ: like poles of the magnet repel each other, whereas unlike poles of the magnet attract each other. മാഗ്നറ്റിൻ്റെ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, എ ബേർഡ് ദാറ്റ് ടേൺസ് ടു വൺ സൈഡ് ഓൺലി, ഒരു ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന പക്ഷി. മേക്ക് എ ബേർഡ് by cutting a cardboard sheet and hide a magnet inside it. കാർഡ്ബോർഡ് ഷീറ്റിൽ വെട്ടിയെടുത്ത പക്ഷിക്കുള്ളിൽ ഒരു മാഗ്നറ്റ് ഒളിപ്പിച്ച് വെക്കുക. ടൈ ആൻഡ് ഹാങ് ഇറ്റ് ടു എ ത്രെഡ്, ഇത് ഒരു നൂലിൽ കെട്ടിത്തൂക്കുക. ആസ് ദ മാഗ്നറ്റ് ഫേസസ് ദ സൗത്ത്, ദ ബേർഡ് വിൽ പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. മാഗ്നറ്റ് സൗത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്നതിനാൽ ബേർഡും അതേ ഡയറക്ഷനിൽ തന്നെ നിൽക്കും. Similarly, design a toy using the magnetic attraction and repulsion feature. ഇതുപോലെ മാഗ്നറ്റിൻ്റെ അട്രാക്ഷനും റിപ്പൾഷനും പ്രയോജനപ്പെടുത്തി ഒരു ടോയ് ഡിസൈൻ ചെയ്യുക. ആൻസർ: ഞാനിവിടെ ഒരു എക്സാമ്പിൾ നൽകാം. മേക്ക് എ ഡോൾ ബൈ കട്ടിംഗ് 2 കാർഡ്ബോർഡ് ഷീറ്റ്സ്. 2 കഷ്ണം കാർഡ്ബോർഡ് ഷീറ്റ്സ് കട്ട് ചെയ്ത് ഒരു ഡോൾ ഉണ്ടാക്കുക. ടേക്ക് എ പ്ലാസ്റ്റിക് സ്കെയിൽ, a bottle cap, 4 ring magnets and some glue. ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ, ഒരു ബോട്ടിൽ ക്യാപ്പ്, 4 റിംഗ് മാഗ്നറ്റ്സ്, ഗ്ലൂ, ഇത്രയും സാധനങ്ങൾ എടുക്കുക. ടേക്ക് 2 magnets and put it inside the bottle cap. Stick it with some glue. 2 മാഗ്നറ്റ്സ് എടുത്ത് ബോട്ടിൽ ക്യാപ്പിനകത്ത് വെച്ച് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിക്കുക. In the middle of the doll, place an old refill. ഡോളിൻ്റെ മധ്യഭാഗത്ത് ഒരു ഓൾഡ് റീഫിൽ വെക്കുക.
Now the spinning doll is almost ready. ഇപ്പോൾ കറങ്ങുന്ന ഡോള് ഏകദേശം റെഡിയായി. Insert a bead at the other end of the refill and stick it inside the ring magnets. റീഫിലിൻ്റെ മറ്റേ എൻഡിൽ ഒരു ബീഡ് ഇൻസേർട്ട് ചെയ്യുകയും റീഫിലിനെ റിംഗ് മാഗ്നറ്റ്സിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുക. Take the other two ring magnets and put them one on top and other at bottom of the scale so that they are attracted to each other. ബാക്കിയുള്ള 2 റിംഗ് മാഗ്നറ്റ്സ് എടുത്ത് ഒരെണ്ണം സ്കെയിലിൻ്റെ ടോപ്പിലും ഒരെണ്ണം സ്കെയിലിൻ്റെ ബോട്ടം പാർട്ടിലും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. Then tilt your scale a little bit. As soon as you take it towards the doll, it starts rotating and spinning. സ്കെയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ച് ഡോളിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അത് റൊട്ടേറ്റ് ചെയ്യാനും സ്പിൻ ചെയ്യാനും തുടങ്ങും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.